51 മുറിവ്. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത് 51 മുറിവ്. അതിന്റെ പ്രൈവറ്റ് പാർട്ടിൽ അതിന്റെ ജനനേന്ദ്രിയത്തിലെ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തി. അതിന്റെ ശരീരത്തിലൊക്കെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കുഞ്ഞ് എന്തോരം വേദന. 1.5 വയസ്സുള്ള ആ കുഞ്ഞിന്റെ ശരീരം, ഇത്തിരി പോന്ന ആ ശരീരത്തിൽ കണ്ടെത്തിയത് 51 മുറിവുകൾ. ഇത് ഇനിയും സംഭവിക്കും. ഒരു മാറ്റമോ ഒരു കുറവോ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുഞ്ഞിന് നീതി കിട്ടാനും പോകുന്നില്ല. ഇവളെ പോലുള്ള വയറ്റിൽ ജനിച്ചിട്ട് കൊണ്ട് ഇതുപോലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും. ഇതിലെനിക്ക് ഏറ്റവും വിഷമം തോന്നി, ഏറ്റവും ദേഷ്യം തോന്നിയ ഒരു കാര്യമുണ്ട്. കുഞ്ഞിന്റെ ബയോളജിക്കൽ ഫാദർ അത് മരിച്ചതാണ്. യഥാർത്ഥ അച്ഛന്റെ ഫാമിലി ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തില്ല. അതിന് കൊടുത്തിരുന്നെങ്കിൽ ആ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കൂടെ ജീവിക്കുന്നുണ്ടാവും. അമ്മുകന് കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ ഇട്ടുകൊടുത്തു. വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നാട്ടുകാർ ഇവരിങ്ങനെ ഉപദ്രവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാമായിരുന്നു. ഇവരൊരു നിയമത്തിലോ അല്ലെങ്കിൽ ഒരു പോലീസിലോ ഒന്നും അറിയിക്കാൻ പോലും ശ്രമിച്ചില്ല. കുഞ്ഞിന്റെ മരണത്തിൽ ഇവരും ഈ നാട്ടുകാർ ഉത്തരവാദികളല്ലേ? തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ ആ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ രോക്ഷം കൊള്ളുന്നു. കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇയാൾ ആ കുഞ്ഞിനെ മർദ്ദിക്കുമെന്ന് അറിയാമായിരുന്നു. ആ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അവളും അവനും കൂടി അതിനെ കൊന്നു. ചെറിയ കുഞ്ഞുങ്ങള് അമ്മയുടെ സംരക്ഷണത്തിൽ വളരണം എന്ന്. എന്ത് സംരക്ഷണമുണ്ട് ഈ അമ്മയുടെ കയ്യിൽ? സ്വന്തം അച്ഛന്റെ കുഴിമാടത്തിനടുത്ത് അത് ഉറങ്ങുക. ആ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിട്ട് 3 മാസം ഉള്ളപ്പോഴാണ് അതിന്റെ യഥാർത്ഥ അച്ഛൻ മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. കുഞ്ഞച്ഛനെയും കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഭർത്താവിനെ കണ്ടപ്പോൾ ചിലപ്പോൾ കുഞ്ഞ് എന്റെ അച്ഛനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ? ലോകത്തിലെ ഏറ്റവും സംരക്ഷണം അമ്മയുടെ അടുത്താണെന്ന് പറയുന്ന ഈ നിയമം അമ്മയുടെ കൈകൊണ്ട് ഒരു കുഞ്ഞും കൂടി മരിച്ചു.